We shall now discuss about projectile motion. പ്രൊജക്റ്റൈൽ മോഷൻ ടു ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷനിന് പ്ലെയിനിന് ഒരു എക്സാമ്പിളാണ്. പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിനെ ഒരു ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫോളോസ് എ പാരബോളിക് പാത്ത്. നേരെ വെർട്ടിക്കലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എറിയുന്നതല്ല, ഒരു ആംഗിളിൽ നമ്മളൊരു സാധനത്തിനെ എറിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു കേർവ്ഡ് പാത്തിലൂടെ പോയിട്ടാണ് താഴത്തേക്ക് എത്തുന്നത്. അപ്പോൾ ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഇൻ ഫ്ലൈറ്റ് ആഫ്റ്റർ ബീയിങ് പ്രൊജക്റ്റഡ്, അതിനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുമ്പോൾ ഈ വെർട്ടിക്കലുമായിട്ട് വി ആർ ത്രോയിങ് ദ ഒബ്ജക്റ്റ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ യു എന്ന് പറയുന്നത് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. സോ ദ പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് എ പാരബോള. പാരബോളിക് പാത്തിലൂടെയാണ് ആ പ്രൊജക്റ്റൈൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് നമ്മളൊരു ആംഗിളിലാണ് ഈ സാധനത്തിനെ എറിയുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് ഈ ഇനീഷ്യൽ വെലോസിറ്റിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് യു എക്സ്, നമുക്കറിയാം എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യു കോസ് തീറ്റ. പിന്നെ ഇതിൻ്റെ വൈ ആക്സിസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് യു വൈ അല്ലേ. യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്. ഇനി നമ്മളിങ്ങനെ ഒരു ആംഗിളിൽ എറിയുമ്പോൾ ദ ആക്സിലറേഷൻ ഇൻ ദി എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഡയറക്ഷനിൽ നമ്മളൊരു ആക്സിലറേഷനും കൊടുക്കുന്നില്ല. ഇനി വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ, ഏത് സാധനത്തിലും ഭൂമിയിലുള്ള ഏത് സാധനത്തിലും ഏത് ആക്സിലറേഷനാണുള്ളത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട് അല്ലേ. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അതുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനെ കാണിക്കാൻ നമ്മളൊരു നെഗറ്റീവ് സൈൻ ഇടുന്നു. സോ എ വൈ ഈസ് ഈക്വൽ ടു -g. ആക്സിലറേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ ഈസ് 0. അതുകൊണ്ട് യു എക്സ് വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട് യു എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ equal to a constant. It will remain constant. It will remain constant throughout the motion of the projectile. ഓക്കെ, ഇനി ഇപ്പോൾ ഈ പോയിന്റിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ് യു, പിന്നത്തെ ഉള്ള വെലോസിറ്റി നമ്മൾ വി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിനെയും നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇവിടെ വി എക്സ് ആണ്, ഇവിടെ വി വൈ ആണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇനി ഈ പോയിന്റിൽ എത്തുമ്പോൾ, ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബോഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് ടു 0. കാരണം അതിന് ഇനി ഫർദർ മുകളിലേക്ക് പോകാൻ പറ്റില്ല അല്ലേ, അതിനി താഴത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്, ഈ വെലോസിറ്റി വി പറയുന്നതിന് എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. വി എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ തന്നെ. ഇനി ഈ പോയിന്റിലെ വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ താഴത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിനെയും നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് വി എക്സ് വി വൈ ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഏത് പോയിന്റിലുള്ള വെലോസിറ്റിനെയും നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി 0 ആവുന്നു. ഈ ആക്സിലറേഷൻ അതിന് താഴത്തേക്ക് വലിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി 0 ആവുന്നു. അതിന് ഫർദർ മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നെ താഴത്തേക്ക് തന്നെയാണ് വരുന്നത്. ബട്ട് ദർ ഈസ് എ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ടത്, നമ്മൾ ഒരു ആംഗിളിൽ ഒരു സാധനത്തിനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് പാരബോളിക് പാത്താണ്. ആ ആംഗിളിൽ ഒരു സാധനത്തിനെ എറിഞ്ഞാൽ, അതായത് നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെയല്ല എറിയുന്നത്, ഒരു ചെറിയ ആംഗിളിൽ തിരിച്ചിട്ട് ഇങ്ങനെയാണ് എറിയുന്നത്. അപ്പോൾ അങ്ങനെ എറിയുന്ന മോഷനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി യു മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ആ യുവിനെ ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ രണ്ട് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. ദാറ്റ് ഈസ് ux is equal to u cos theta, and that is a constant throughout the motion of the body since ax equal to 0. അതുപോലെ uy equal to u sin theta, vertical directionലെ acceleration -g ആണ്. Now we can find what is the maximum height reached by the projectile. ഒരു സാധനത്തിന് ഒരു ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ അത് മാക്സിമം എത്ര ഹൈറ്റിൽ പോവും എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്, മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ നമുക്കറിയാം വെലോസിറ്റിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആവും അല്ലേ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അറ്റ് മാക്സിമം ഹൈറ്റ് vertical component of velocity will be reduced to 0.
then we are using the equation v square is equal to u square plus 2as. ഈ ഇക്വേഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക? വി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് 2ay. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ് ബോഡി പോകുന്നത് അല്ലേ? അപ്പോൾ ഹൈറ്റ് എച്ച് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിൽ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി നമ്മൾ 0 എന്ന് എടുക്കണം. യു വൈ പറയുന്നത് എന്താണ്? യു സൈൻ തീറ്റയാണ്. ആക്സിലറേഷൻ നമ്മൾ പറഞ്ഞു താഴത്തേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ മൈനസ് സൈനോട് കൂടി വേണം എടുക്കാൻ. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്. അതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു യു വൈ പറയുന്നത് യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ay പറയുന്നത് മൈനസ് ജി ഇൻറ്റു എച്ച്. അപ്പോൾ ഈ മൈനസ് ഉള്ള ടേം ഈ സൈഡിലേക്ക് എടുത്തു. അപ്പോൾ എന്ത് വന്നു? 2gh പുറത്തേക്ക് വന്നു ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാക്സിമം ഹൈറ്റ് എച്ച്? എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. h is equal to u square sin square theta divided by 2g. അപ്പോൾ ഇതാണ് ഫോർമുല ഓഫ് എച്ച്. മാക്സിമം ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എഴുതി. എന്നിട്ട് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി മാക്സിമം ഹൈറ്റിൽ ആ വെർട്ടിക്കൽ കമ്പോണൻ്റ് 0 ആവുന്നത് കൊണ്ടാണ് അത് പിന്നെ ഫർദർ മുകളിലേക്ക് പോകാതെ താഴത്തേക്ക് വരുന്നത്. അപ്പോൾ വി വൈ എന്ന് എഴുതി. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗെറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്.